ഭക്ഷണത്തിലുള്ള എണ്ണ കുറച്ചാലോ അല്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടന്നാലോ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ വറുത്ത് മുരിച്ചത് അധികം കഴിക്കാതിരുന്നാലോ നമ്മുടെ കൊളസ്ട്രോൾ കുറയുമോ? യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും 10% മുതൽ 20% മാത്രമാണ് നമ്മുടെ രക്തത്തിലേക്ക് കൊളസ്ട്രോൾ എത്തുന്നത്. ബാക്കി 80% രക്തത്തിലെ കൊളസ്ട്രോൾ നിർമ്മിക്കുന്നത് നമ്മുടെ കരളാണ്. കരൾ ഇത് നിർമ്മിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് എത്തുമ്പോൾ രക്തത്തിൽ ഇൻസുലിൻ അമിതമായി ഉയരുകയും നമ്മുടെ കരൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് കൊഴുപ്പാക്കി മാറ്റി സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതായത് ഭക്ഷണത്തിലുള്ള എണ്ണയുടെ അളവ് കുറച്ചാൽ മാത്രം പോരാ, അമിതമായിട്ട് എത്തുന്ന അന്നജത്തിന്റെ കാർബോഹൈഡ്രേറ്റിന്റെ അളവും കുറച്ചാൽ മാത്രമേ കൊളസ്ട്രോൾ കുറയത്തുള്ളൂ. പലപ്പോഴും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് വേണ്ടി പട്ടിണി കിടക്കുന്നവരോ ഇല്ലെങ്കിൽ പലപ്പോഴും മുട്ടയും അത്യാവശ്യം ഇറച്ചിയും ചിക്കനും എല്ലാം ഒഴിവാക്കി ജീവിക്കുന്നവർക്കോ കുറച്ച് നാൾ കഴിഞ്ഞ് കൊളസ്ട്രോൾ പരിശോധിക്കുമ്പോൾ അതേ അളവിൽ തന്നെ ഉയർന്നു നിൽക്കുന്നതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞാണ്. കാരണം അവര് ഈ മുട്ടയൊക്കെ നിർത്തിയിട്ട് ചോറും ബാക്കിയുള്ള അപ്പം, പുട്ട്, ഇടിയപ്പം എല്ലാം കൂടുതലായിട്ട് കഴിക്കും. നല്ല വെള്ളയരിയും നല്ല വെളുത്ത പുട്ടും അപ്പം എല്ലാം കഴിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് ഇത് രക്തത്തിൽ ഷുഗർ ലെവൽ അല്ലെങ്കിൽ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുകയും ഇത് കൃത്യമായിട്ട് കൊളസ്ട്രോൾ ഉയരാൻ കാരണമാകുകയും ചെയ്യും. കൊളസ്ട്രോൾ കുറയുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ തവിടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. അതായത് നിങ്ങൾ നാരുകൾ അടങ്ങിയിട്ടുള്ള വെള്ള അരിക്ക് പകരം തവിടുള്ള അരി ഉപയോഗിക്കുക. മൈദയ്ക്ക് പകരം നിങ്ങൾ ഗോതമ്പ് പൊടിപ്പിച്ച് ഉപയോഗിക്കാൻ നോക്കുക. മില്ലറ്റ്സ് കൂടുതൽ, റാഗി പോലുള്ള മില്ലറ്റ് ഐറ്റംസ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. പച്ചക്കറികളും ഇലക്കറികളും കൂടുതൽ കഴിക്കുക. മുട്ട പോലുള്ള ഹെൽത്തി ഫാറ്റ്സ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. മീന് പൊരിക്കാതെ കറി വെച്ച്, പ്രത്യേകിച്ച് ചാള, ചൂര, അയല പോലുള്ളവ കഴിക്കാം. സാലഡ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒലിവ് ഓയിൽ ചേർത്ത് കഴിക്കാൻ നോക്കുക. കാരണം omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ രക്തത്തിലുള്ള HDL ഗുഡ് കൊളസ്ട്രോളിനെ വർദ്ധിപ്പിച്ച് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഈ തരത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം ദിവസവും 40 മുതൽ 50 മിനിറ്റ് വ്യായാമം കൂടി ചെയ്തു നോക്കി കൊളസ്ട്രോൾ ഷൂന്ന് പറഞ്ഞ് താഴെ വരുന്ന കാണാം. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെയ്യുക. ഒരു 3 മാസം കഴിഞ്ഞ് വീണ്ടും കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, ഗുണം കിട്ടുന്നതാണ്.